ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ സീസണിൽ RCBയുടെ ബൗളിംഗ് നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത താരമാണ് ജോഷ് ഹേസൽവുഡ്. RCBക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ഹേസൽവുഡിന് കഴിഞ്ഞിരുന്നു. അതായത് 12 മത്സരങ്ങൾ കളിച്ച താരം 22 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. പല മത്സരങ്ങളിലും നിർണായകമായ പ്രകടനം പുറത്തെടുത്തത് ഈ താരം തന്നെയായിരുന്നു. പക്ഷേ താരത്തിൻ്റെ വർക്ക് ലോഡ് അത് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അത്യാവശ്യമാണ്. കാരണം നിരവധി മത്സരങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായി കൊണ്ട് ഹേസൽവുഡിന് കളിക്കേണ്ടി വരുന്നത്. കൂടാതെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ സമീപകാലത്ത് വല്ലാതെ അലട്ടുന്ന താരമാണ് ഹേസൽവുഡ്. ആഷസ് കളിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ബാക്കപ്പ് ഓപ്ഷനെ ഈ താരത്തിന് പകരമായിക്കൊണ്ട് ഇപ്പോൾ RCBക്ക് ആവശ്യമായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് കഴിഞ്ഞ മിനി ഓപ്ഷനിൽ ന്യൂസിലാൻഡ് പേസറായ ജേക്കബ് ഡെഫിയെ ഇപ്പോൾ RCB കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 2 കോടി രൂപ നൽകിക്കൊണ്ടാണ് ഡെഫിയെ RCB ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. റൈറ്റ് ആം പേസറാണ് ഇദ്ദേഹം. നിലവിൽ T20 റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തുള്ള ബൗളറാണ് ഡെഫി. സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ ഒരു കിവീസ് താരത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വർഷം ഏവരെയും അത്ഭുതപ്പെടുത്താൻ ഡെഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 21 T20 മത്സരങ്ങൾ കളിച്ച താരം 35 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 5 വിക്കറ്റ് നേട്ടം 3 തവണ സ്വന്തമാക്കാൻ ഡെഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം T20യിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ 2ാമത്തെ താരം അത് ജേക്കബ് ഡെഫിയാണ്. ഹേസൽവുഡിൻ്റെ സമാനമായ ഒരു ശൈലി തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് നല്ല സ്വിങ്ങുള്ള താരമാണ്. നല്ല രൂപത്തിൽ ബൗൺസുകളും അതുപോലെ തന്നെ യോർക്കറുകളുമൊക്കെ നമുക്ക് ഡെഫിയിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഹേസൽവുഡ് ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭാവം നികത്തുക എന്ന ഒരു ജോലിയാണ് ഈ പേസർക്കുള്ളത്. അത് വരുന്ന സീസണിൽ ഭംഗിയായി അദ്ദേഹം നിർവഹിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ RCB പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.